ഈ പൊതിരെ തല്ലുന്നത് കണ്ടിട്ട് രാജ്യദ്രോഹികളാണെന്നോ ഭീകരവാദികളാണെന്നോ തെറ്റിദ്ധരിച്ചു പോകണ്ട. നമ്മുടെ രാജ്യത്തിൻ്റെ ഭാവിയും ഭാവി തലമുറയുടെ പ്രതീക്ഷകളുമാണ് ഇവിടെ പോലീസുകാരുടെ നരനായാട്ടിലൂടെ ഒതുക്കി തീർക്കാൻ വേണ്ടി നോക്കുന്നത്. എന്താണ് ഇവർ ചെയ്ത തെറ്റ്? നമ്മുടെ രാജ്യത്തുള്ള പൗരനായി ജനിച്ചു എന്നതിനപ്പുറത്തേക്ക് ഒരു തെറ്റും ഇവർ ചെയ്തിട്ടില്ല. ഈ തെറ്റുകൾ തിരുത്തപ്പെടേണ്ട സമയമായിരിക്കുകയാണ്. നമ്മളിവിടെ ജനിച്ചതല്ല തെറ്റ്. നിങ്ങളെപ്പോലെയുള്ള ഫാസിസ്റ്റ് ഭരണകൂടം ഈ രാജ്യത്തിൻ്റെ അധികാരങ്ങളിലേക്ക് വന്നു എന്നതിനപ്പുറത്തേക്ക് വേറൊരു തെറ്റും ഇവിടെ സംഭവിച്ചിട്ടില്ല. പോലീസുകാരെന്ന് പറയുമ്പോൾ നമ്മൾ സല്യൂട്ട് ചെയ്യാറുണ്ടായിരുന്നു. കാരണം രാജ്യത്തെ ഓരോ പൗരൻക്കും വേണ്ടി ശബ്ദിക്കുകയും അവർക്ക് വേണ്ടി നിലകൊള്ളുകയും അവർക്ക് വേണ്ടി ഉറക്കമൊഴിച്ച രാത്രികളെ പറ്റിയാണ് പോലീസുകാരെ പറ്റി നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നതും അനുഭവിച്ചതും. എന്നാൽ രാഷ്ട്രീയക്കാരുടെ എച്ചിൽ പട്ടികളായി വന്നിട്ട് വിദ്യാർത്ഥി സമൂഹത്തെ തെരുവിലിറങ്ങി ആക്രമിച്ചു കൊണ്ടിരിക്കുന്ന ഭീകരവാദികളായി ഇന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ കാവൽഭടന്മാർ മാറിക്കൊണ്ടിരിക്കുകയാണ്. എത്രത്തോളം അക്രമ ചിന്തകളാണ് ഇവരുടെ ഉള്ളിലുള്ളത് എന്ന് ഇവരുപയോഗിക്കുന്ന ലാത്തിയിൽ അടിച്ചു വെച്ച ആണിയുടെ എണ്ണം നമ്മൾ നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവുന്നതാണ്. ലാത്തിയിൽ പോലും ആണിയടച്ചിട്ട് ശരീരം മുഴുവനും കീറിമുറിക്കുന്ന വിധത്തിലുള്ള ലാത്തി ചാർജുകളാണ് ഇന്ന് ജന്തർ മന്ദറിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എപ്പോഴാണ് ഈ രാജ്യത്തിന് സമാധാനം കിട്ടുന്നത്? രാജ്യത്തുള്ള പൗരന്മാർക്ക് അവരുടെ അവകാശങ്ങൾ ചോദിച്ചു വാങ്ങുന്നത് എങ്ങനെയാണ് രാജ്യദ്രോഹമാകുന്നത്? അങ്ങനെയാണെങ്കിൽ ഈ രാജ്യത്തുള്ള ഓരോ ബുദ്ധിയുള്ള പൗരന്മാരും രാജ്യദ്രോഹികളായി മാറിക്കൊണ്ടേയിരിക്കും. നിങ്ങൾ ഈ രാജ്യത്തോടും ഈ സമൂഹത്തോടും കാണിക്കുന്ന അനീതിയും അക്രമവും അറുതി വരുത്താതെ ഇന്ത്യൻ പൗരന്മാർ അവസാനിക്കുകയില്ല എന്ന നഗ്നമായ സത്യം നിങ്ങളെ വേട്ടയാടിക്കൊണ്ടേയിരിക്കും.